ഇവിടെ എവിടെ ഉണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഒരാളെ പകുതി കാണിക്കാവളെന്ന് പറഞ്ഞാൽ അവിടെ ഒളിച്ച് നിൽപ്പുണ്ട്. അയാളെ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് ഫുള്ള് കാണിക്കാം. ഇവിടെ പറയുന്നത് കനം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. മൈക്കായത് സൗണ്ട് ഓക്കെ അല്ലടാ ചേട്ടാ, ഓക്കെ അല്ലടാ ചേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നമ്മൾ ടൈം കുറച്ചധികം ലേറ്റ് ആയി. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മീനലക്ഷ്മി. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ് അടുത്ത മാസം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ കല്യാണത്തിനേക്കാളും കൂടുതൽ ഞാൻ എക്സൈറ്റഡ് ആണ് ചേട്ടൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്. നമുക്കിനി കുറേ അധികം പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പതുക്കെ പർച്ചേസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ വ്ളോഗിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് പണി നടക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു റെൻറ്റഡ് വീട്ടിലാണ് താമസിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ വീട് പണി ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓൾറെഡി നമ്മൾ ദർശനയുടെ സാരിയൊക്കെ എടുത്തു കഴിഞ്ഞു, അവരെല്ലാം വെളിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പർച്ചേസിനായിട്ട് പോവാം. അതിനു മുമ്പ് നമുക്ക് വീട്ടിൽ കയറാം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ചേട്ടൻ, ഇതാണ് എൻ്റെ ഏട്ടത്തി. അപ്പോൾ ഈ ഒരു കല്യാണം നടക്കാൻ പോകുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഹാപ്പി മാരീഡ് ലൈഫ്. ഈ ഒരു പ്രിപ്പറേഷൻ ഒക്കെ പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്ത് എനിക്കറിയത്തില്ല എത്രത്തോളം എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. കാരണം ഞാൻ തമിഴ്നാട്ടിലും ഇവരെല്ലാം ഇവിടെ നാട്ടിലുമാണ്. സോ കിട്ടുന്ന 1-2 ദിവസം, ആഴ്ച കിട്ടുന്ന ദിവസം കൊണ്ടാണ് നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്യുന്നതൊക്കെ. പിന്നെ ഞാനായിട്ടൊന്നും ചെയ്യേണ്ടതില്ല, ഇവരൊക്കെ കൂടെ തന്നെ എല്ലാം ചെയ്തോളൂ. ഞാൻ കൂടെ നിന്ന് കൊടുത്താൽ മാത്രം മതി. നീ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, നീ പറ എന്താണ് നിനക്കൊരു? പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല. എന്നുവെച്ചാൽ പേടിയില്ല, വിഷമമില്ല, അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലാണ്. അപ്പം നമുക്ക് ഇന്ന് ആക്ച്വലി എടുക്കാൻ പോകുന്നത് നമ്മൾ താലി എടുക്കണം. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഒത്തിരി പേര് എന്നോട് താലിയുടെ ആ ഒരു വീഡിയോയോ ഫോട്ടോയോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കസ്റ്റം മെയ്ഡ് ചെയ്തതാണ്. കായംകുളത്തെ AGDയിലായിരുന്നു നമ്മളത് കസ്റ്റം മെയ്ഡ് ചെയ്തത്. ഇപ്പം നമ്മൾ താലി എടുക്കാൻ പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ പുതിയ AGD ചങ്ങനാശ്ശേരി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പെൻഡൻറ്റ് എന്നോട് കുറേ പേര് പേഴ്സണലി എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പെൻഡൻറ്റ് എവിടെ നിന്നാണ്. അതും AGD നിന്നായിരുന്നു. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരാളെ പകുതി കാണിക്കാവളെന്ന് പറഞ്ഞാൽ അവിടെ ഒളിച്ച് നിൽപ്പുണ്ട്. അയാളെ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് ഫുള്ള് കാണിക്കാം. അതാണ് നമ്മുടെ പെണ്ണിൻ്റെ അമ്മയായ അമ്മ. അമ്മ ബാ, പകുതി കാണിക്കത്തുള്ളേ. ബാ അത് നമുക്ക് ചോദിച്ചു നോക്കാം. പെണ്ണിൻ്റെ അമ്മയായ ഒരു നിലയ്ക്ക് എന്താണ് പറയാനുള്ളത് ഭാവി വരനോടും ഭാവി കുടുംബത്തിനോടും? ഭാവി വരനോടും സന്തോഷമായിട്ട് ജീവിക്കുക രണ്ടുപേരും, അത്രേ ഉള്ളൂ. നമുക്കതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? മോളുടെ അടുത്ത് അവൾ ഇവിടത്തെ ആയി കഴിഞ്ഞു എന്നുള്ള ഒരു രീതിയിലാണ്. പിന്നെ ഒരു ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ടെൻഷനൊന്നും തോന്നുന്നില്ല. അയ്യോ ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ, അങ്ങനെയുള്ള യാതൊരു ടെൻഷനും ഇല്ല. അല്ല അത് എന്താ സമയമുണ്ട് മനസ്സിലാക്കാൻ. അപ്പൊ ഗൈസ്, ഇതാണ് എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്. ഭാഗ്യമുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5-2 ആഴ്ചക്കകം നമ്മളിത് തീർക്കും. ശരിക്കും ഒരാഴ്ചത്തേക്കകം തീർക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം സാധനങ്ങളുടെയൊക്കെ ബാക്കികളൊക്കെ കിടക്കുകയാണ്. ഇത് നമ്മൾ ഈ ഒരു കല്ല് നമ്മുടെ കിണറിന് ചുറ്റിനും വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്താട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അകത്ത് കാണിച്ചു തരാം. അകത്ത് എല്ലാം കബോർഡിൻ്റെയും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മൊത്തം അത്യാവശ്യം നല്ല അലമ്പായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. എന്നാലും ഞാൻ നിങ്ങളെ വീടൊന്ന് കാണിച്ചു തരാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് അല്ല, ഇത് അടുക്കള വാതിലാണ്. നമുക്ക് ആദ്യം അടുക്കള വാതിലിൽ കൂടെ കയറാം. ഇവിടെ എല്ലാം സാധനങ്ങളാണ്, പണി നടക്കുന്നതിൻ്റെ ശബ്ദമൊക്കെയാണ്. അങ്ങനെ ഒത്തിരിയേറെ കഷ്ടപ്പാടും ദുരിതങ്ങളും പല പല പ്രശ്നങ്ങളുമായിരുന്നു ഓരോരോ സ്റ്റേജിലും നമുക്ക് ഈ ഒരു വീട് പണി നടന്നുകൊണ്ടിരുന്നപ്പം. ഇപ്പം ഏകദേശം ഒരു 95% നമ്മൾ തീരാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലേ അമ്മേ? നമ്മൾ ഇന്ന് തീരും നാളെ തീരാൻ, നമ്മൾ എപ്പോൾ വേണേലും ഇതിനകത്തോട്ട് കയറി താമസിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. ഓൾറെഡി പാലുകാച്ചിലൊക്കെ കഴിഞ്ഞു. ഞാൻ ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേറൊരു ദിവസം കാണിച്ചു തരാം. അപ്പം നമുക്കിപ്പം താലി എടുക്കാൻ പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ AGDയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇനോഗ്രേഷന് വരാൻ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇത് നമ്മുടെ ചങ്ങനാശ്ശേരി കറക്റ്റ് ഒരു പ്രോപ്പർ ടൗണിൽ തന്നെയാണ് ഉള്ളത്. നമുക്ക് അകത്തോട്ട് കയറി കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവരിവിടെ പാചകം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കമോൺ ഗൈസ്. ചേട്ടാ, നമ്മൾ
കുഞ്ഞ് എങ്ങനത്തെ താലിയാ? നമ്മൾ ആരും കാണരുത്, ചെറുതല്ലേ? ആർക്കും കാണാൻ പറ്റരുത് അങ്ങനത്തെ താലി. അതെ അല്ലേ അമ്മേ? അല്ലേ? അമ്മ പറയുന്നത് വലിയ താലിയാണ്, ഇവള് പറയുന്നത് ആരും കാണാത്ത താലിയാണ്. സാധാരണ നമുക്ക് രണ്ടും നോക്കാം എന്തായാലും. ചടങ്ങ് എന്തെങ്കിലും നടത്തണ്ടേ? അതുകൊണ്ട് ചടങ്ങ് എന്താണ് നമുക്ക് താലി കാണാൻ കഴിച്ചു. നോക്കാം. ഇതാണ് നമുക്ക് ഏറ്റവും ചെറിയ രീതിയിലുള്ള താലികൾ വരുന്നത്. ഇപ്പോൾ ആരും കാണാത്ത രീതിയിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ താലികൾ എടുത്താൽ മാത്രമേ നമുക്ക് ആരും കാണാത്ത രീതിയിലിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അമ്മ വളരെയധികം സന്തോഷത്തിലിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഇതിനകത്ത് വളരെ ചെറിയ താലിയൊന്നും കാണുന്നില്ല. അപ്പോഴാണ് അമ്മ ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും. എൻ്റെ താലി എന്നോട് എത്ര പേര് ചോദിച്ചെന്നറിയാം. ഡയമണ്ടാന്ന് പറയണമെങ്കിൽ അങ്ങനെ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഷാസാനും സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ, പക്ഷെ സൂപ്പറായിരുന്നു. ഈ ഒരു ടൈപ്പേ ഉള്ളൂ കേട്ടോ, വേറെ എന്തെങ്കിലും സ്റ്റോൺ വെച്ചതോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ പിന്നെ നമുക്ക് ഡയമണ്ട്സിൽ വരുന്നതിലും നമ്മുടെ കളർ സ്റ്റോൺ വരുന്ന ടൈപ്പൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ കളക്ഷൻസ് നമുക്ക് അവരോട് നോക്കാം. എന്തോരം ചെറിയ ചെറിയ നല്ല ടൈപ്പ് മാലകളാണ്. എൻ്റെ ഈ ഒരു സെയിം ഇതിൻ്റെ തന്നെ റെഡ്, ഗ്രീന്, ബ്ലാക്ക് നമ്മുടെ അവിടുത്തെ പോലെ തന്നെ അല്ലേ സെറ്റ് ചെയ്തേക്കുന്നത്? ഇനിയുള്ള ഷോറൂമുകളെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും ഡിസൈനും കാര്യങ്ങളെല്ലാം വരുന്നത്. മാറ്റമൊന്നും ഉണ്ടാകത്തില്ല, ബ്രാൻഡഡ് ആയിട്ട് മാറി കഴിഞ്ഞല്ലേ ഇപ്പോൾ. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ നമുക്ക് ചേട്ടാ ഇവിടുത്തെ താലി നോക്കാം. നമുക്ക് താലിയുടെ കളക്ഷനിൽ ഇപ്പോൾ ഇതാണ് നമ്മൾക്ക് ഏറ്റവും ചെറിയ രീതിയിൽ സ്റ്റോണൊക്കെ വെച്ചിട്ട് വരുന്ന ഡയമണ്ട്സിൻ്റെ താലികൾ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് ഏറ്റവും ചെറിയൊരു സൈസിലത്. ഇത് കണ്ടോ, ഇതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. ഈ സാധനം നല്ലതായിട്ടുണ്ട്. സാധനം നല്ലതാണ്. എൻ്റെ ചെറിയ സൈസ്, തീരെ ചെറിയ സൈസ്, ക്യൂട്ടായിട്ട് നല്ല സന്തോഷമായ. എങ്ങനെയും ഒരു ചെറിയ ഒരു ഇത് കിട്ടണമെന്നായിരുന്നു കുഞ്ഞിന്. ഇനിയിപ്പം നമുക്ക് നോക്കുന്ന ചേട്ടാ മാല ഇടുന്നുണ്ടല്ലോ, അപ്പൊ ആ ഒരു താലിമാല അല്ല, നമുക്ക് അങ്ങനെ മറ്റേ വലിയ ചെയിൻ പോലത്തെ വേണമെന്നില്ല, അല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനെ ഇടാൻ പറ്റുന്ന ടൈപ്പോ അങ്ങനത്തെ വേണം നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ വരുന്ന 3 ബ്രാൻഡഡ് കളക്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് നൂറ, പിന്നെ ആൻറ്റിക്ക്, ചെട്ടിനാട്, അങ്ങനെ 3 കളക്ഷൻസ് ആണ്. നമുക്ക് അതിൽ നോക്കാം ആദ്യം തന്നെ കേട്ടോ. ഓക്കെ, ഇതൊന്ന് വെച്ച് നോക്കാം. ഇത് കുഴപ്പമില്ല അല്ലേ? വേറൊരു കളറ്, ഒരു സ്പെഷ്യൽ വർക്കാണ് വരുന്നത്. നൂറ കളക്ഷൻ നമ്മൾ കുവൈറ്റ് ഡിസൈൻ ആണ്. നമ്മുടെ ബ്രാൻഡിങ്ങിൽ വരുമ്പോൾ നൂറ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഷോപ്പുകളിലെല്ലാം ആ ബ്രാൻഡ് ആയിരിക്കും. അറിയാം, നമ്മുടെ അടുത്ത് എല്ലാത്തിനും ഓരോ പേരുണ്ട്. നമുക്ക് ഈ ആന്റിക് ഷില എന്നും കൂടെ നമുക്ക് കളക്ഷൻസ് നമുക്ക് നോക്കാം. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ്. ലൈറ്റ് വെയിറ്റ് മതി. ആന്റിക്കിൽ നഗാസ് കളക്ഷൻ വരും. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യത്തെ ഒരു എൻഗേജ്മെന്റ് അമ്പലത്തിൽ വെച്ച് നടത്തിയ നഗാസിന്റെ ഒരു കളക്ഷൻ ആയിരുന്നു ഇട്ടിരുന്നത്. ഇതിനകത്തുനിന്ന് ഏതാ നമുക്ക് ഇഷ്ടപ്പെട്ടത്? ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന കളക്ഷൻസ് ആണ്. ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ തന്നെ നഗാസിന്റെ കളക്ഷൻസ് ആണ് വരുന്നത് കേട്ടോ. എനിക്ക് ആക്ച്വലി എപ്പോഴും ആന്റിക്കിന്റെ ഓർണമെന്റ്സ് കുറച്ചുകൂടെ ഇഷ്ടമാണ്. അത് സിമ്പിളാണ്, എന്നാൽ രസമുണ്ട്. ചോക്കറും കൂടെ ഒരെണ്ണമെന്ന് വെച്ച് നോക്കായിരുന്നു അല്ലേ? സൂഫി കളക്ഷൻസിനകത്ത് വരുന്നതാണ്. ഇത് ഈ ഒരു ചോക്കർ വെച്ചിട്ട് താഴെ ഇതായിട്ട് വെക്കുന്ന രസമുണ്ടല്ലേ? അപ്പോൾ നമ്മളൊരു ചായയല്ല നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചപ്പോൾ അച്ഛൻ വന്നു. അച്ഛൻ അവിടെ പണിക്കാരുണ്ടായിരുന്നു പറഞ്ഞാൽ അതിൻ്റെ തിരക്കിലായിരുന്നു. ഇല്ല, അച്ഛൻ ഉണ്ണിച്ചൻ്റെ കല്യാണമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? മൈക്കായത് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ മക്കളൊക്കെ കല്യാണം കഴിച്ച് പ്രായം കല്യാണം കഴിപ്പിക്കണം, അങ്ങനെ ആഗ്രഹം നല്ല നല്ല രീതിയിൽ വരട്ടെ. എന്താ പറ്റി അതിന് പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുക, കല്യാണം ഇനി ഒരു മാസത്തിനകം കല്യാണമല്ലേ, അപ്പോൾ എന്തെങ്കിലും അങ്ങനെ തന്നെ പറയാൻ? കല്യാണം എന്ന് പറഞ്ഞാൽ പെൺകൊച്ചിനെ ഇപ്പോൾ ഇത്ര നാളായിട്ട് നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിലുണ്ട്, എപ്പോഴും എല്ലാ കാര്യത്തിനും ഉണ്ട്. അവരുടെ ഫാമിലി മൊത്തം ഉണ്ട് എപ്പോഴും എല്ലാ കാര്യത്തിനും. പിന്നെ പ്രത്യേകത ഒന്നും തോന്നില്ല, നമ്മൾ ഒരു മീനുവിനെ പോലെ തന്നെ ഒരാളെന്നുള്ളത് തോന്നുന്നു. ഇനി നമ്മൾ നോക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ചെയിൻസ് വരുന്നതാണ്. അത് താലിമാലയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാലകളുടെ ഡിസൈൻസ് ആണ് ഇത് വരുന്നത്. പല വെറൈറ്റികൾ ഇതിലുണ്ട്. ഒരുപാട് ഉണ്ണിച്ചേട്ടൻ പറയുന്നത് കുറച്ചുകൂടെ കട്ടി കുറയട്ടെ. എനിക്കല്ല, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് തോന്നുന്നു. പിള്ളേരുടെ ഇഷ്ടമനുസരിച്ച് വളരെ കനം കുറഞ്ഞ മാലയ്ക്കാണ് താല്പര്യം. പണ്ടതല്ല വലിയ മാലയായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഇങ്ങേ അറ്റത്തിരിക്കുന്ന നമ്മുടെ ജയശ്രീയമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി. ഇത്രയും നേരം ഇവള് വേണം, ചെറിയ താലി വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ആരും സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. അച്ഛൻ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ മീനും അങ്ങനെ എപ്പോഴും ചെറുത് വേണമെന്ന് പറഞ്ഞു. 10-12 മാല
ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ കയറുമ്പോൾ ഇവിടെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉണ്ട്. ഇവിടുന്ന് തന്നെ ഉള്ളൊരു 3-4 എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇതാണ് കേട്ടോ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്, ഏറ്റവും ലൈറ്റ് വെയിറ്റ്. അല്ല അത് നമുക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. ഇത് നമ്മൾ ഇടുന്ന മാലയാണ്. അപ്പോൾ കനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ഈ പ്രശ്നം ഉണ്ടാവും ആർക്കെങ്കിലും. അപ്പറ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചർച്ച നടത്താം ഗൈസ്. ഇവിടെ പറയുന്നത് കനം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. ഇല്ല. അപ്പൊ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അച്ഛനോട് ചോദിക്കാം, എന്താണ് അച്ഛൻ കനം കുറഞ്ഞാലും പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്? അല്ല, ഈ സ്വർണത്തിലൊന്നുമല്ല കാര്യം, സ്നേഹത്തിലാ കാര്യം. ഞാൻ പോവുകയാണ് ഗൈസ്, ഞാൻ പോവുകയാണ്. അതല്ല അമ്മ പെട്ടെന്ന് മൈക്കെ കൊണ്ടുപോയപ്പോഴേ പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. അല്ല, ഇപ്പം മോൾക്ക് തിന്നായിട്ടുള്ളതല്ലേ വേണ്ടത്. അപ്പോൾ നീ ഒരു നല്ല മുത്തുമാല ഒരെണ്ണം സെലക്ട് ചെയ്യുക. അല്ല, വലിയ മുത്തിൻ്റെ, ഇതിലും വലിയ മുത്തിൻ്റെ. എന്നിട്ട് കല്യാണം കഴിയുമ്പോൾ അത് ഉണ്ണിച്ചേട്ടൻ കൊടുക്കുക. അല്ല, ഉണ്ണിച്ചേട്ടൻ്റെ കരുതാൻ കിടക്കുന്നത് നീ എടുക്കുക. ഇല്ല, അവൾ ഉദ്ദേശിക്കുന്ന കുറച്ചുകൂടെ തിന്നച്ചാ. അച്ഛൻ മുമ്പേ എന്നെ പറഞ്ഞില്ലേ ഞാൻ ഭയങ്കര ചെറുതായിട്ടുള്ള. വേറെ മേടിച്ചു വെക്കാൻ നോക്കുക. ഇന്നിപ്പോൾ പബ്ലിക്കിൻ്റെ ഇടാൻ പറ്റത്തില്ല. ഇപ്പോൾ ആർക്കും അറിയത്തില്ല. അന്ന് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ, നിന്റെ സ്വർണ്ണമൊന്നും ഇട്ടില്ലേ കൊച്ച്? ഡയമണ്ട് ആണ് ആർക്കും അറിയത്തില്ലല്ലോ. നമുക്കപ്പോൾ നമ്മൾ നാട്ടുകാരെ കാണിച്ചിട്ട് നമുക്ക് ബോധിപ്പിച്ചിട്ട് കല്യാണം കഴിക്കേണ്ട കാര്യമില്ല ഗൈസ്. കല്യാണത്തിനല്ല പറഞ്ഞത്, പണ്ടത്തെ പഴയ കൺസെപ്റ്റാ. അത് ആ കൺസെപ്റ്റ് എനിക്ക് പൊളിച്ചെടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2 മാല ഇട്ടത്. ബിക്കോസ് ഇങ്ങനെ മറ്റേ ഇങ്ങനെ നിറച്ചൊന്നും ഇട്ടിട്ട് കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ആ 2 മാലയിലേ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റും, അല്ലേ അമ്മേ? ഓഫ് കോഴ്സ്. മനസ്സിലായോ? സെറ്റ്. ഞാൻ പഠിച്ച പണി 18 നോക്കിയത്, പക്ഷെ നടന്നില്ല. നീ എന്നോട് ഇരിക്കണേ, 19 പണി പറഞ്ഞില്ലായിരുന്നു. എടാ അപ്പം ഇത് പോരെടാ. ഓക്കെ ചേട്ടാ, അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. പക്ഷെ നമുക്ക് 1 മാസം കഴിഞ്ഞാൽ കല്യാണമുള്ളൂ, അന്നേരത്തേക്കിന് മതി. അപ്പോൾ അങ്ങനെയാണ് നമുക്കത് 1 മാസത്തേക്ക് മാറ്റി വെക്കാൻ പറ്റും. നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് മാറ്റി വെച്ചാൽ ഇപ്പോൾ ഒരു ഹാഫ് പേയ്മെൻറ്റ് ചെയ്താൽ എടുക്കുന്ന ഗോൾഡിൻ്റെ. അപ്പോൾ അന്ന് ഗോൾഡ് റേറ്റ് കൂടുവാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത ദിവസം റേറ്റ് വെച്ച് കിട്ടും. അതല്ല അന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ റേറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ. അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും സ്കീം ഉണ്ടോ? വേറെ സ്കീം വെച്ചാൽ നമുക്കൊരു 11 മന്ത് പേയ്മെൻറ്റ് നടത്തുന്ന ഒരു മംഗല്യ ഗോൾഡ് പർച്ചേസ് സ്കീമുണ്ട്. അതിലാകുമ്പോൾ നമുക്ക് 0 മേക്കിംഗ് ചാർജിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരുവിധം കളക്ഷൻസ് എല്ലാം നമുക്ക് 0 മേക്കിംഗ് ചാർജിലാണ് കൊടുക്കുന്നത്. ഇതെന്തായാലും തൽക്കാലം നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും അഡ്വാൻസ് ബുക്ക് ചെയ്യുകയാണ്. ബിക്കോസ് വേറെ ഒന്നും അല്ല, ചേട്ടൻ പറഞ്ഞത് ഇന്നലത്തേതും ഇന്നും കൂടെ തന്നെ 400 രൂപ പവന് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെറുതെ നമ്മളെന്തിനാണ് കൂടുതൽ കൊടുക്കുന്നത്? ഇങ്ങനൊരു ഓപ്ഷൻ ഉള്ളപ്പോൾ ഞാൻ പിന്നെ വന്ന് എടുത്തോളാവേ. അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു. ഇപ്പോൾ സമയം ഏകദേശം 8:15 അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് ഞാൻ ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കല്യാണത്തിന് മുമ്പ് പൊയ്ക്കൊണ്ടിരുന്ന സെയിം ജിമ്മിലാണ് പോകുന്നത്, ഷാർക്കിൽ. അപ്പോൾ ഞാനിപ്പോൾ പോയി പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. ദർശനെ അമ്മയും കൂടെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഉണ്ണിച്ചേട്ടൻ പോയി. അവരിടയ്ക്ക് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ. അപ്പോൾ അമ്മ എനിക്കും നമ്മുടെ വീടെടുക്കുന്ന ജേസൺ ചേട്ടനും പനീറും ചപ്പാത്തിയും, പനീർ രാവിലത്തെ കറി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ചൂടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചപ്പാത്തിയും കൂടെ കഴിച്ചിട്ട് നമ്മൾ നേരെ ജിമ്മിലോട്ട് പോകും. നമുക്ക് ജസ്റ്റ് അവിടെയും കൂടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ. എന്നാലും ഞാൻ പോകുകയെന്ന് വെച്ചത് ഞാൻ അത്യാവശ്യം നല്ല ടയേർഡുമാണ്. എന്നാന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഇവിടുന്ന് കൊല്ലം പോയി, കൊല്ലത്തുനിന്ന് ഞാൻ വീണ്ടും ഉച്ചയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നു. പിന്നെ ഇത്രയും നമ്മൾ പർച്ചേസിനൊക്കെ നടന്നിട്ട് ഞാൻ ആക്ച്വലി ടയേർഡാണ്. പക്ഷെ എന്നാലും ഒരു 1/4 മണിക്കൂറാണെങ്കിലും ആ ഒരു ഡെയിലി നമ്മൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ അത് വളരെ ബെറ്റർ ആയിരിക്കും എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ വയ്യെങ്കിലും ഞാൻ റെഡി ആയി പോകുന്നത് ഗൈസ്. അപ്പോൾ ഇതെൻ്റെ ഷൂ, ഇതാണ് എൻ്റെ ജിം ബാഗ്. അങ്ങനെയൊന്നുമില്ല, ഇവിടെ ഉള്ളൊരു ബാഗ്. ഇതിനകത്തൊരു ടവലുണ്ട്, പിന്നെ എൻ്റെ ഒരു ബോട്ടിലുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ട്രെയിനറിനെയും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് പോവാം. ഇനി ലേറ്റ് ആവും, ഭയങ്കര ലേറ്റ് ആവും, ജിം അടയ്ക്കും. പോവാം. അങ്ങനെ നമ്മൾ 9:20 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. ഞാൻ എൻ്റെ ട്രെയിനറെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ എവിടെ ഉണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ സാർ, എവിടാ? ഒന്ന് വെള്ളോട്ട് ഇറങ്ങി വരുമോ? ഗയ്സ്, ഇതാണ് എൻ്റെ ട്രെയിനർ. ഇവിടെ വാ. ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ. ആള് വെറും പാവ.
അങ്ങനല്ല, എനിക്ക് പേഴ്സണലി ഞാൻ കുറേ നാൾക്ക് മുമ്പ് ഞാൻ കുറേ സ്റ്റോറീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ കൊല്ലത്ത് പോയി നോക്കി, പുതിയ ജിമ്മിൽ, ഞാൻ ട്രിവാൻഡ്രത്ത് പുതിയ ജിമ്മിലൊക്കെ പോയി നോക്കി. പക്ഷേ എനിക്കൊരു ട്രെയിനർ നല്ല സെറ്റായില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പം നല്ലൊരു ട്രെയിനർ ആയതിൻ്റെ ഒരു അപ്രിസിയേഷൻ ആയിരുന്നു അത്. അർജുൻ എന്നാണ് പേര്. നമ്മളോട് ഇതിൻ്റെ ഒരു ജിമ്മിൻ്റെ പേര് ഷാർക്ക് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്നാണ്. ഇതിപ്പോൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് പുതിയൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം, കുറച്ചൊരു ബിഗർ സ്പേസിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. കുറച്ചുകൂടെ മെഷീൻസ് കൂടെ ആഡ് ചെയ്ത് ഒരു ബിഗർ സ്പേസിലോട്ട് ഫെസിലിറ്റിയിലൂടെ കൂടുകയാണ് നമ്മൾ. നല്ല അടിപൊളി ട്രെയിനറാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഞാനത് തമാശ പറയല്ലോ കേട്ടോ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം. ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നേരം ഞാൻ ഇൻട്രോ പോലും പറയാതെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എന്നുവെച്ചാൽ ഇപ്പം ചില ദിവസങ്ങൾ ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞു, ഞാൻ ഇന്ന് ആക്ച്വലി നല്ല ടയർഡാണ്. ഞാൻ കൊല്ലത്തുനിന്ന് വന്ന് ഇവിടെ ഒരു ഷൂട്ടും കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത്. പക്ഷേ എന്നാൽ ആ കുറച്ച് സമയമാണെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ടയർഡാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മളെ ചെയ്യുള്ളൂ, അല്ലാതെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് തോന്നും. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നമ്മൾ ടൈം കുറച്ചധികം ലേറ്റായി. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വർക്കൗട്ട് ഇന്നത്തെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഞാൻ പറഞ്ഞില്ലേ, ആകെ ഇപ്പോൾ ഒന്ന് കുറച്ച് സമയം നമുക്ക് കിട്ടിയുള്ളൂ. ലൈക്ക് ഒരു 30-40 മിനിറ്റ്സേ നമുക്ക് കിട്ടിയുള്ളൂ. എനിക്ക് തോന്നുന്നു 3 ദിവസമേ ഉള്ളൂ ഞാനിത് റീസ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം പതിയെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ സങ്കടമുണ്ട്. പക്ഷേ എന്നാലും നമ്മളവിടെ എത്തിയിരിക്കും. നമ്മൾ കുറച്ച് സമയമാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഇനിയും നാളെ നമ്മൾ വീണ്ടും കുറച്ച് ഷോപ്പിംഗ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല. നാളെ ബ്ലൗസ് ഡിസൈൻ ചെയ്യാൻ പോകണം, ഉണ്ണിച്ചേട്ടൻ്റെ കുർത്ത ഡിസൈൻ ചെയ്യാൻ പോകണം, പിന്നെ ഓർണമെൻറ്റ്സ് നോക്കാൻ പോകണം. എന്ന് വെച്ചാൽ നമ്മൾ തലേദിവസമൊക്കെ ഇടുന്നതിൻ്റെ നമ്മൾ നോർമലായിട്ടുള്ള കുറച്ച് ഫാൻസി ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സ് ഇല്ലേ, അതൊക്കെ നോക്കാൻ പോകണം. അപ്പോൾ നാളെയും കുറേയധികം പരിപാടികളുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ജിമ്മിലും വരണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ കാണാം. ചിൽഡ്രൻ ടാറ്റ ബൈ ബൈ, സീ യു. നിങ്ങൾക്കൊരു നല്ല ദിവസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.